പി.ജി. സ്റ്റേഷനിൽ ഹോട്ടൽ ഉടമയെ പോലീസ് മർദ്ദിച്ചത് മുൻവൈരാഗ്യം മൂലമെന്ന ആരോപണം. പി.ജി. സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ബന്ധുവിനെ തന്റെ സ്ഥാപനത്തിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിച്ചതിന് പിടികൂടിയിരുന്നുവെന്നും അവസരം കിട്ടിയപ്പോൾ തങ്ങളോട് പോലീസ് പക തീർത്തതാണെന്നും ഹോട്ടൽ ഉടമ ഔസേപ്പ് പറഞ്ഞു. കേസ് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിർദ്ദേശപ്രകാരം പണം കൈമാറുന്ന ദൃശ്യങ്ങളും ഹോട്ടൽ ഉടമ പുറത്തുവിട്ടു. ഹോട്ടലിൽ ബിരിയാണിയെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നാണ് ഹോട്ടൽ ഉടമയും ജീവനക്കാരും പോലീസ് സ്റ്റേഷനിലെത്തിയത്. ഇവിടെ വെച്ച് എസ്.ഐ. രതീഷ് ഹോട്ടൽ ജീവനക്കാരെ മർദ്ദിച്ചു. ഇത് മുൻ വൈരാഗ്യത്തെ തുടർന്നാണെന്നാണ് ആരോപണം. ഹോട്ടലിലെത്തിയ പാലക്കാട് സ്വദേശികളെ മർദ്ദിച്ച സംഭവത്തിൽ മകനെയും ജീവനക്കാരനെയും കൊടുക്കുമെന്ന് ഭയപ്പെടുത്തി 5 ലക്ഷം രൂപയ്ക്ക് പരാതിക്കാരെ പോലീസ് സെറ്റിൽ ചെയ്തെന്നും ഔസേപ്പ്. ഒരു 2 അടിയല്ലേ 3 അടിയല്ലേ നിങ്ങളുടെ ആൾക്ക് കിട്ടിയുള്ളൂ. ഔസപ്പെട്ട അത് ക്ഷമിക്കുക. ഔസപ്പെട്ട ഒരു ബിസിനസ്സുകാരനല്ലേ. പോലീസുമായിട്ടൊക്കെ ഏറ്റുമുട്ടാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളിലേക്ക് ചെല്ലും. ബിസിനസ് നടത്തുന്നവർക്ക് അത് ബുദ്ധിമുട്ടാവും. ഒരു കാരണവശാലും ഇത് മുമ്പോട്ട് വെച്ച കാലം പുറകോട്ട് എടുക്കില്ല. ഈ ഉദ്യോഗസ്ഥൻ്റെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്ത് വരെ എൻ്റെ നിയമപരമായ പോരാട്ടം തുടരുമെന്ന് ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. വീടിന്റെ വരാന്തയിൽ പരാതിക്കാർക്ക് പണം കൈമാറുന്ന CCTV ദൃശ്യങ്ങളും ഔസേപ്പ് പുറത്തുവിട്ടു. കൈമാറിയ 5 ലക്ഷം രൂപയിൽ 3 ലക്ഷം രൂപ പോലീസ് കൈപ്പറ്റിയെന്നാണ് ആരോപണം. ഇവർ കൂടി പ്ലാൻ ചെയ്താണ്. ഈ പോലീസുകാരും കൂടി പ്ലാൻ ചെയ്തു. ഈ പ്ലാനിങ്ങിടെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ട്. അതോടൊപ്പം തന്നെ എന്നെ ഉപദ്രവിക്കാൻ പറ്റിയ ഒരു വിഷയമായിട്ട് എടുക്കുകയാണ് അവരുണ്ടായത്. സംഭവത്തിൽ എസ്.ഐ. രതീഷിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഔസേപ്പ്. മർദ്ദനത്തിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് പി.ജി. പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ഈ കളകളെ പറിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഈ കളകൾ പറിക്കും. കുന്നംകുളത്തെ പോലീസ് മർദ്ദനം ഒറ്റപ്പെട്ട സംഭവമല്ല എന്ന് തെളിയിക്കുന്നതാണ് പീച്ചിയിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ. ഇക്കാര്യത്തിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നാണ് ഇനി അറിയേണ്ടത്. തൃശ്ശൂരിൽ നിന്നും നടരാജ് പരശുറാം, മീഡിയ 1.